إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അർഹമുർ-റാഹിമീനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗം കരസ്ഥമാക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് അവൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ, അവൻ്റെ സ്വർഗത്തിലേക്ക് ഏറെ അടുക്കുവാനും പദവികൾ കരസ്ഥമാക്കുവാനുമെല്ലാം അല്ലാഹു തയ്യാർ ചെയ്തിട്ടുള്ള പരിശുദ്ധ ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ദുൽഹിജ്ജ മാസത്തിൻ്റെയും ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസത്തിൻ്റെയും ശ്രേഷ്ഠതകൾ നമ്മൾ മനസ്സിലാക്കി. ഈ ദിവസങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസമാണ് അറഫയുടെ ദിവസവും അതേപോലെ തന്നെ യൗമുൻ നഹർ ബലിയുടെ ദിവസവും പെരുന്നാളിൻ്റെ ദിവസവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹാബത്തിൽ നിന്നും അറഫ ദിവസത്തിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഫضലുകളും ഏറെ വന്നത് നമ്മൾ പല ഖുതുബകളിലൂടെയും കേട്ടതാണ്. ആ മനസ്സിലാക്കലും കേൾവിയും അത് ആവർത്തിക്കപ്പെടുമ്പോഴും കൂടുതൽ വായിക്കുമ്പോഴുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരലോകം ലക്ഷ്യമാക്കുന്ന അടിമകൾക്ക്, അടിയാർത്ഥികൾക്ക് അതിൽ അമലുകൾ ചെയ്യാൻ കൂടുതൽ അത് പ്രേരണയുണ്ടാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തെല്ലാമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹാബത്തിൽ നിന്നും അറഫയുമായി ബന്ധപ്പെട്ട് ഈ മാസത്തിൻ്റെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ അദ്ദേഹം ഭരണാധികാരിയായിരിക്കുമ്പോൾ ഒരു ജൂതൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, ആയത്തുൻ ഫീ കിതാബികും തഖറഊനഹാ ലൗ അലൈനാ മഅശറൽ യഹൂദ് നസലത് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദ. നിങ്ങളുടെ ഖുർആനിൽ ഒരായത്തുണ്ട്. ആ ആയത്ത് ഞങ്ങൾ യഹൂദന്മാർക്ക്, ജൂതന്മാർക്കാണ് അവതരിച്ചത് എങ്കിൽ ആ ദിവസം ഞങ്ങൾ പെരുന്നാളാക്കുമായിരുന്നു, ഈദിൻ്റെ ദിവസമാക്കുമായിരുന്നു. ഈ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏത് ആയത്താണത്? ഞങ്ങളുടെ ഖുർആനിലുള്ള നിങ്ങൾക്ക് ഏറെ സന്തോഷകരമായ, ജൂതന്മാർക്ക് അല്ലെങ്കിൽ താങ്കൾക്ക് ഏറെ സന്തോഷം നൽകിയ, നിങ്ങൾ അങ്ങനെ ഒന്ന് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച, അങ്ങനെ ഒരു വിധി ഞങ്ങൾക്കും ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ആ വിധി ഏതാണ്, ആയത്ത് ഏതാണ്?
ഈ സമയത്ത് ജൂതൻ ഓതിക്കൊടുത്തു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാനും നിങ്ങളുമാകുന്ന മുഅ്മിനീങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്തയായിക്കൊണ്ട് നിങ്ങളുടെ മതത്തെ ഇന്ന് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അൽ യൗമ, ഇന്ന്, അക്മൽതു ലക്കും ദീനക്കും, ദീനിനെ ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, ദീനാകുന്ന ഈ ദീനിന്റെ അധ്യാപനങ്ങളാകുന്ന നിഅമത്തുകൾ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വറളീതു ലക്കും അൽ ഇസ്ലാമ ദീന, നിങ്ങൾക്ക് ദീനുൽ ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടുള്ള ഒരു മതമായിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരുകയും ചെയ്തിരിക്കുന്നു എന്ന സൂറത്തു മാഇദയിലെ ആയത്താണ് ജൂതൻ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓതിക്കൊടുത്തത്. ഈ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഖാല ഉമർ ഖദ അറഫ്നാ ദാലിക്കൽ യൗം, ഈ ആയത്ത് ഇറങ്ങിയ ദിവസം ഞങ്ങൾക്കറിയാം. വൽ മകാൻ അല്ലദീ നസലത് ഫീഹി, ഈ ആയത്ത് ഇറങ്ങിയ സ്ഥലം ഞങ്ങൾക്കറിയാം. അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഖായിമുൻ ബി അറഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ നിൽക്കുന്ന ദിവസമാണ് ഈ ആയത്ത് ഇറങ്ങിയത്. യൗമ ജുമഅത്തിൻ, അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. വെള്ളിയാഴ്ച ദിവസം അറഫയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയാണോ നിന്നത്, എങ്ങനെയാണോ നിന്നത്, ആ സമയത്താണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നും എനിക്കറിയാം എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ജൂതനോട് മറുപടി പറയുകയാണ്. സഹോദരന്മാരെ, രണ്ട് കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കുന്നു. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് പൂർത്തീകരിച്ച് എന്ന ദിവസമാണ് അറഫയുടെ ദിവസം. അല്ലാഹു അവൻ്റെ ദീന് പൂർത്തീകരിച്ച് എന്ന ദിവസമാണ് അറഫയുടെ ദിവസം. രണ്ടാമത്, ജൂതൻ ആഗ്രഹിച്ച കാര്യം എന്താണ്? ഞങ്ങളുടെ മതത്തിൽ, ഞങ്ങളുടെ കിതാബിൽ, ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ടെങ്കിൽ ഞങ്ങളത് പെരുന്നാളിൻ്റെ ആക്കി മാറ്റുമായിരുന്നു, ഞങ്ങളത് സന്തോഷത്തിൻ്റെ ഈദിൻ്റെ ദിവസമാക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നില്ലല്ലോ എന്നാണ് ആ ജൂതൻ പറഞ്ഞത്. എന്താ അത് പറയാനുള്ള കാരണം? സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മതം, ആ മതം പൂർത്തീകരിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി മതത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഇനി അതിലൊന്നും കൂട്ടാനില്ല, കുറക്കാനില്ല. പക്ഷേ ജൂതന്മാരും നസ്രാണികളും അവരുടെ പണ്ഡിത പുരോഹിതന്മാരായിട്ടുള്ള ആളുകൾ മതത്തിൽ കടത്തിക്കൂട്ടുകയാണ് പുതിയ ഇബാദത്തുകൾ, പുതിയ ആരാധനകൾ, പുതിയ ദിക്റുകൾ, പുതിയ മാമൂലുകൾ, പുതിയ പുതിയ കാര്യങ്ങൾ. ഇത് ഓരോരുത്തരും അവന് തോന്നിയത് ഉണ്ടാക്കുകയും അതേപോലെ തന്നെ അവർക്ക് നല്ലതാണെന്ന് തോന്നിയത് ഉണ്ടാക്കി ജനങ്ങളോട് പറയുകയും ജനങ്ങളെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു. ജനങ്ങൾക്ക് അതുകൊണ്ട് പ്രയാസമുണ്ടാകുന്നു. ജനങ്ങളത് ചെയ്യാൻ പറ്റാതെ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതം, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അവർക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയത്, പ്രയാസമില്ലാത്തത്, അള്ളാഹു അവൻ്റെ മതത്തിൽ ഒരു പ്രയാസവും ആർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടില്ല. കാരണം റബ്ബിനറിയാം തൻ്റെ അടിമകൾക്ക് എന്താണ് നിയമമാക്കേണ്ടത് എന്ന്, മനുഷ്യന്മാർക്കറിയില്ല. അപ്പോൾ സഹോദരന്മാരെ, ഇവിടെ ജൂതൻ പറഞ്ഞത് ഞങ്ങൾ വലിയ സന്തോഷത്തിലാകുമായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ലല്ലോ എന്നർത്ഥം. അപ്പം മതം പൂർത്തീകരിച്ചു, ഇനി അത് ചെയ്താൽ മതി, ഇതിക്കൊന്നും കൂട്ടാനില്ല, കുറക്കാനില്ല. എന്നാൽ ഈ ജൂത ക്രിസ്ത്യാനികളായ ആളുകൾ, അവരുടെ പണ്ഡിതന്മാരും അതേപോലെ തന്നെ അവരുടെ മതമേലാളന്മാരും ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ മതത്തിൽ ഉണ്ടാക്കി വെച്ച് ഞങ്ങൾ അതിൻ്റെ ഇടങ്ങാറ് അനുഭവിക്കുകയാണ് എന്ന പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ സഹോദരന്മാരെ, ഈ പറയപ്പെട്ട ദീനുൽ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയപ്പെട്ട ദീനുൽ ഇസ്ലാം, ഈ ദീനുൽ ഇസ്ലാമിലും ഈ ദീനിൻ്റെ ആളുകളാണ്, പണ്ഡിതന്മാരാണ്, ഉസ്താദുമാരാണെന്ന് പറയപ്പെടുന്ന ആളുകൾ എത്രയെത്ര കാര്യങ്ങളാണ് ദീനിൽ പുതുതായി ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ പേരിൽ എത്രയെത്ര ചൂഷണങ്ങളാണ് നടക്കുന്നത്. സാമ്പത്തികമായി ചൂഷണം ചെയ്യപ്പെടുന്നു, ജാറങ്ങളും മക്ബറകളും. ദീനിൻ്റെ ഏത് കാര്യങ്ങളും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം സമ്പത്തിറക്കണം. ഒരു ദർഗയിൽ പോയിട്ടുണ്ടെങ്കിൽ, ഒരു മക്ബറയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കാശ് കൊടുക്കണം. അള്ളാഹുവിൻ്റെ പള്ളിയിൽ വരുന്നതിനോ നിസ്കരിക്കുന്നതിനോ സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ സക്കാത്തുണ്ട്. പാവങ്ങളെ കണ്ണീരൊപ്പാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായി പഠിപ്പിച്ച സദഖകളുണ്ട്. ഇതല്ലാതെ ദീനിൽ സഹോദരന്മാരെ, ദീന് കൊണ്ട് മനുഷ്യനെ ഇടങ്ങാറാകുന്ന മാക്കാന അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾക്ക് ഈ ദീനിൽ ഹറജ് ഉണ്ടാക്കിയിട്ടില്ല, പ്രയാസമുണ്ടാക്കിയിട്ടില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദീന് പൂർത്തിയായി. ഇനി അതിൽ പുതിയ ദിക്റോ ദുആകളോ നമസ്കാരമോ ഒന്നുമില്ല. നോക്ക് നിങ്ങൾ സഹോദരന്മാരെ, ദീനിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ പുതിയ നമസ്കാരങ്ങൾ, പുതിയ നോമ്പുകൾ, അതേപോലെ തന്നെ ദിക്ർ ദുആകൾ,
മാലക്കിതാബുകളായിട്ടും പാളക്കിതാബുകളായിട്ടും ധാരാളക്കണക്കിന് അടിച്ചിറക്കിക്കൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ജനങ്ങളുടെ സമ്പത്തും അതേപോലെ തന്നെ അവരുടെ ആദർശവും എല്ലാം നശിപ്പിക്കുന്ന, എല്ലാം കൊള്ളയടിക്കുന്ന അവസ്ഥാവിശേഷം ഈ ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ തന്നെ നടക്കുന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. അതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ദുൽഹിജ്ജയുടെ ഫള് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അത് സൂചിപ്പിക്കാനുള്ള കാരണം. രണ്ടാമത് സഹോദരന്മാരെ, ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും, അദ്ദേഹം കരയുകയും അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ യുബ്കീക്, ഉമറെ താങ്കളെ കരയിപ്പിച്ചത് എന്താണ്? താങ്കളെ കരയിപ്പിച്ചത് എന്താണ്? ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അബ്കാനി അന്നാ കുന്നാ ഫീ സിയാദത്തിൻ ഫീ ദീനിനാ, ഞങ്ങൾക്ക് അല്ലാഹുവിൻ്റെ റസൂൽ ഓരോ പുതിയ കാര്യങ്ങൾ ദീനിൽ പഠിപ്പിച്ചു തരുമായിരുന്നു. ഇപ്പോൾ ദീൻ പൂർത്തിയായി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സൂചന കൂടിയാണത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്വം ഇവിടെ പൂർണ്ണമായി കഴിഞ്ഞു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയാണ്. ഞങ്ങൾക്കൊരു കാര്യം അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ആരുമില്ല. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തത്വം പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി, പറയുകയുണ്ടായി റസൂലുള്ളാഹിയോട്, ഏതൊരു കാര്യവും ഏതൊരു കാര്യവും പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് താഴോട്ട് പോവുകയാണ് ഉണ്ടാവുക. അതും നമ്മുടെ ദീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല തലമുറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തുള്ള തലമുറ. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഗ്രാഫ് താഴ്ന്നു. അതിനുശേഷമുള്ള തലമുറയാണെന്ന് റസൂലുള്ള പറഞ്ഞു. അതിനുശേഷമുള്ള തലമുറയാണെന്ന് പിന്നെ റസൂലുള്ള പറഞ്ഞു. കുറച്ചും കൂടി താഴ്ന്നത്. പിന്നെ അങ്ങോട്ട് ദീന്, സഹാബത്തിന്റെ ദീന് നമുക്കാർക്കുമില്ല. സലഫ് സ്വാലിഹുകളുടെ ദീനും ദീനിന്റെ നിഷ്ഠയും തഖ്വയും അതേപോലെ തന്നെ ആ ഈമാനികമായ ആവേശവും നമുക്കാർക്കുമില്ല സഹോദരന്മാരെ, ഇല്ലല്ലോ. അതുകൊണ്ട് ദീനിന്റെ ഗ്രാഫ് താന്നുകൊണ്ടിരിക്കുന്നു. ഏതൊരു സംഗതിയും പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ, ടോപ്പ് ലെവലിൽ പരമകാഷ്ഠ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് താഴോട്ട് ഇറങ്ങുകയാണ് ചെയ്യുക എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കരഞ്ഞു പറയുകയും റസൂലുള്ള പറഞ്ഞു, സദഖത, തങ്ങൾ പറഞ്ഞു ശരിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് പ്രതികരണം കൊടുക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതും ഈ ദിവസവുമായി ബന്ധപ്പെട്ടതാണ്. എന്തൊക്കെയാണ് സഹോദരന്മാരെ ഈ അറഫ ദിവസത്തിൻ്റെ, നമ്മൾ പ്രവേശിക്കാനിരിക്കുന്ന അറഫയുടെ ദിവസം, അതിൻ്റെ പ്രത്യേകതകൾ? അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മൾ ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിക്കാൻ കിട്ടിയിട്ടുള്ള ദുൽഹിജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ, അതിൽ കുറച്ച് ദിവസങ്ങൾ നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ഖുതുബയിൽ ഈ ദിവസങ്ങളുടെ പ്രത്യേകത നമ്മൾ ധാരാളമായി കേട്ടു. എത്ര ആളുകൾ നോമ്പനുഷ്ഠിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർച്ചയായി 1 മുതൽ 9 വരെ നോമ്പനുഷ്ഠിച്ചു എന്ന് സഹാബത്തും അതേപോലെ തന്നെ സലഫ് സ്വാലിഹുകളും ഈ ദിവസങ്ങളുടെ പ്രത്യേകത മനസ്സിലാക്കുകയും അവർ വിശുദ്ധ ഖുർആന്റെ പാരായണവും അദ്കാറുകളും അതേപോലെ തന്നെ ഇബാദത്തുകൾ നിഷ്ഠ എത്രത്തോളം കാണിച്ചു എന്നുള്ളതെല്ലാം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഏതായിരുന്നാലും ഈ അറഫ ദിവസത്തിന്റെ പ്രത്യേകത, ഒന്ന്, വിശുദ്ധ ഖുർആൻ ഈ ദിവസത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫജ്റിലൂടെ പറഞ്ഞു, വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ, ഒറ്റയും ഇരട്ടയും തന്നെയാണ് സത്യം. എന്താണ് ഈ ഒറ്റയും ഇരട്ടയും? വിശുദ്ധ ഖുർആൻ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്ഭുത കലാം ഒരു ഇരട്ടയെക്കുറിച്ചും ഒറ്റയെക്കുറിച്ചും എന്തേ പറഞ്ഞത്? അല്ലാഹു 2 ദിവസങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, അൽ ബിത്റു യൗമു അറഫ, ഒറ്റ എന്ന് പറഞ്ഞാൽ അത് 9ന്റെ ദിവസമാണ്, അറഫയുടെ ദിവസമാണ്. അപ്പൊ അറഫാ ദിനം തന്നെയാണ് സത്യം. രണ്ടാമത് റസൂലുള്ളാഹി പറഞ്ഞു ഇരട്ട തന്നെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇരട്ട തന്നെയാണ് സത്യം. യൗമുൻ നഹർ, ഈ ദിവസങ്ങളിൽ രണ്ടാമത്തെ ദിവസം അഥവാ 10ാമത്തെ ദിവസം, ഈ പറയപ്പെട്ട 2 ദിവസങ്ങൾ ഒറ്റയും ഇരട്ടയും എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 9ഉം ദുൽഹിജ്ജ 10ഉമാണ്. ഈ 2 ദിവസങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമിട്ട് പറഞ്ഞത്. അല്ലാഹു നിസ്സാരമായ വസ്തുക്കളെ കുറിച്ച് സത്യമിട്ട് പറയാറില്ല. നിസ്സാരമായ സംഗതികൾ, സൂര്യനെ കുറിച്ച്, ചന്ദ്രനെ കുറിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രാവും പകലും മാറി മാറി വരുന്നതിനെ കുറിച്ച്, ഇണതുണകളെ കുറിച്ച് നമുക്ക് നിസ്സാരമാണ് വൈവാഹിക ബന്ധം, ഇണതുണകൾ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല മിൻ ആയാതിഹി, അവന്റെ ആയത്തുകളാണെന്ന് പറഞ്ഞ് ഗൗരവമായി പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞ പോയിന്റാണ്, എന്താണ്? മതം പൂർത്തീകരിച്ച ദിവസമാണ്. നമ്മുടെ മതത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട് എല്ലാം പൂർത്തീകരിച്ച് അല്ലാഹു പരിപാവനമാക്കി ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, ഇനി നിങ്ങൾ കൊണ്ടിടുന്നോളി എന്ന് പറഞ്ഞതിൻ്റെ ദിവസമാണത്. ഇതിലേക്കൊന്നും എന്നും കയറല്ല.
ഇത് ജൂത ക്രിസ്ത്യാനികൾ കൊതിച്ച ആയത്താണ്, കൊതിച്ച ദിവസമാണ്. ഇതിലേക്കൊന്നും കയറാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ പ്രകൃതി അറിയുന്ന മലിക്കുൽ ജബ്ബാറിനായ പ്രിയപ്പെട്ട റബ്ബ് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാക്കിക്കൊണ്ട് മതത്തെ പൂർത്തീകരിച്ച് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് പറയപ്പെട്ട ദിവസമാണ്. മൂന്നാമത് സഹോദരന്മാരെ, അറഫയുടെ ദിനം എന്ന് പറഞ്ഞാൽ ആഘോഷമാണ്. ജൂതൻ പറഞ്ഞല്ലോ ഞങ്ങൾ ആഘോഷമായി സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ, മുഅ്മിനീങ്ങൾക്കും ആഘോഷമാണ്, സത്യവിശ്വാസികൾക്ക് ആഘോഷമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖദ അലിംതുൽ യൗമല്ലദീ ഉൻസിലത് ഫീഹി വൽ മകാനല്ലദീ ഉൻസിലത് ഫീഹി യൗമ ജുംഅത്തിൻ വയൗമ അറഫ വകിലാഹുമാ ബിഹംദില്ലാഹി ലനാ ഈദുൻ. ജൂതൻ പറഞ്ഞതിനുള്ള പ്രതികരണം ഇങ്ങനെ കൂടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ നിങ്ങളത് അങ്ങനെ ഒരു ആയത്ത് നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ പെരുന്നാളായി ആഘോഷിക്കുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഞങ്ങൾക്കത് ആഘോഷമാണ്. ദുൽഹിജ്ജ 9 ദുൽഹിജ്ജ 10 കിലാഹുമ, ഞങ്ങൾക്ക് ഈ 2 ദിവസവും ആഘോഷമാണ് എന്ന് നമ്മുടെ നേതാവായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കേണ്ടായി. എങ്ങനെ മുഅ്മിന്റെ ആഘോഷം? ഇബാദത്ത് എടുത്തുകൊണ്ടാണ്, കളിച്ചു കുളിച്ച് അർമാദിച്ചുകൊണ്ടല്ല പിന്നെ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആഘോഷമുള്ളത്. ഏറ്റവും വലിയ പെരുന്നാൾ അല്ലെങ്കിൽ 2 ആഘോഷങ്ങൾ, അതിലെന്താണ്? തക്ബീറുകളാണ്, നമസ്കാരമാണ്, ഖുതുബയാണ്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളാണ്, ഇഷ്ടപ്പെട്ട അതിര് ലംഘിക്കാത്ത കളികളും വിനോദങ്ങളുമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിത് ഈദാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. 4ാമത്തെ കാര്യം സഹോദരന്മാരെ, അറഫയുടെ ദിവസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ്, ഏറ്റവും അള്ളാഹുവിൻ്റെ അടുക്കൽ ശ്രേഷ്ഠകരമായ ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ അഫ്ളൽ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഇഷ്ടപ്പെട്ട ഒരു ദിവസവുമില്ല മിൻ യൗമി അറഫ, അറഫ ദിവസത്തേക്കാൾ. അള്ളാഹുവിൻ്റെ അടുക്കൽ അറഫയുടെ ദിവസത്തേക്കാൾ ഇഷ്ടപ്പെട്ട ഒരു ദിവസവുമില്ല. ലക്ഷക്കണക്കിന് ഹജ്ജാജിമാർ, ലോകത്ത് കോടാനുകോടി ഹജ്ജാജിമാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഇബ്രാഹിമെ വിളിക്ക്, അള്ളാഹുവിൻ്റെ കഅബയിൽ ചെന്ന് തവാഫ് ചെയ്യാനും അവിടെ ഇഅ്തികാഫിരിക്കുവാനും. അല്ലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബം ഓടിയ സ്ഥലത്ത് ഓടാനും നടന്ന സ്ഥലത്ത് നടക്കാനും, അതെല്ലാം ആ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇബാദത്തെടുക്കാൻ കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ അന്ന് പ്രഖ്യാപിച്ചു മുതൽ ഇന്ന് വരെ അവിടെ സന്ദർശിക്കുകയുണ്ടായി. അവരെല്ലാവരും അവർ പോയ വർഷങ്ങളിലെല്ലാം ഇന്ന് ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുന്നു. പോയി അവിടെ അള്ളാഹുവിൻ്റെ ഭവനത്തിലെത്തി, അതിൻ്റെ ചാരത്തെത്തി അവിടെ ഇബാദത്തുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. മതാഫ് നിറഞ്ഞു കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, മസ്അ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുന്നു ഉംറകൾ കൊണ്ട്. ഈ മനുഷ്യന്മാരെല്ലാവരും ഒരു ദിവസം ഒരു സമയത്ത് നിശ്ചിതമായ സമയത്ത് അറഫയിൽ നിൽക്കും. അതേതാണ്? ദുൽഹിജ്ജ 9 ദിവസമാണ്, അറഫയുടെ ദിവസമാണ്. ഈ കണ്ട എല്ലാ ആളുകളും, അതിൽ തൊഴിലാളിയുണ്ട്, മുതലാളിയുണ്ട്, രാജാവുണ്ട്, അതേപോലെ തന്നെ രാജാവിൻ്റെ കീഴിലുള്ള ആളുകളുണ്ട്, സമ്പന്നനുണ്ട്. എല്ലാവരും ഒരേ വസ്ത്രത്തിൽ ഒരേ തക്ബീറുകൾ ധ്വനിപ്പിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന തൗഹീദിന്റെ ഉദ്ഘോഷവുമായിക്കൊണ്ട് അവിടെ കറുത്തവനോ വെളുത്തവനോ അതേപോലെ തന്നെ മറ്റുള്ള ദേശക്കാരനോ ഭാഷക്കാരനോ ഒരു വ്യത്യാസവുമില്ല, അറബിയോ അനറബിയോ ഒരു വ്യത്യാസവുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്തുമായിക്കൊണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുന്ന ദിവസമാണ്. ആ ദിവസമാണ് അള്ളാഹുവിന് ഏറ്റവും ദുനിയാവിൽ തന്നെ ശ്രേഷ്ഠമായ ദിവസം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 5ാമത്തേതായി നമ്മൾ മനസ്സിലാക്കേണ്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാത്ത ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ദിവസമാണ്. ഒരു ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്താൽ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫയുടെ ഹജ്ജിൻ്റെ ഏത് കർമ്മങ്ങളും ഒരാൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിന് പ്രായശ്ചിത്തം കൊടുക്കാം. ഹജ്ജിൻ്റെ ഏത് കർമ്മം ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല, അയാൾ പ്രായശ്ചിത്തം കൊടുത്തുകൊണ്ട് ബലിയെറുത്തുകൊണ്ടൊക്കെ അദ്ദേഹത്തിന് അതിനെ പരിഹരിക്കാൻ പറ്റും. പക്ഷെ അറഫയിൽ നിൽക്കുക എന്നുള്ളത് നിർബന്ധമാണ്. എത്ര വലിയ സക്കറാത്തിൽ കിടക്കുന്ന രോഗിയാണെങ്കിലും അയാൾ അറഫയിൽ നിൽക്കണം കുറച്ച് സമയമെങ്കിലും. എന്ത് ചെയ്യും? മൊബൈൽ ICUയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ അറഫയിൽ, അദ്ദേഹത്തിൻ്റെ ആംബുലൻസ് അവിടെ അറഫയിൽ നിർത്തും, എന്നിട്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഹജ്ജിൽ അറഫ ഇല്ലെങ്കിൽ ഹജ്ജില്ല. അൽ ഹജ്ജു ഹറഫ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല
അന്നഹു യൗമിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നമ്മുടെ ഉമ്മയായ ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ മിൻ യൗമിൻ അക്സറു മിൻ അൻ യഅതികല്ലാഹു ഫീഹി അബീദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫാ ദിവസത്തേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം കൊടുക്കുന്ന ഒരു ദിവസവുമില്ല. അറഫാ ദിവസത്തേക്കാൾ അല്ലാഹു നരകമോചനം കൊടുക്കുന്ന ഒരു ദിവസവുമില്ല. വഅന്നഹു ലയദ്നു, അല്ലാഹു തൻ്റെ അടിമകളിലേക്ക്, ലക്ഷക്കണക്കായ അടിമകളിലേക്ക് അല്ലാഹു അടുത്തു വരുന്നു. സുമ്മ യുബാഹി, എന്നിട്ട് അല്ലാഹു അഭിമാനം കൊള്ളും, ബിഹിം അവരെ കൊണ്ട്, അൽ മലായികത കോടാനുകോടി മലക്കുകളോട്. അല്ലാഹുവിൻ്റെ മുഖറബുകളായ, അല്ലാഹുവിൻ്റെ ഇഷ്ടക്കാരായ, അള്ളാന്റെ സ്വന്തക്കാരായ മലക്കുകളോട് പറയും, അത് നിങ്ങളെക്കാൾ വേണ്ടപ്പെട്ട ആളുകളാണ് എനിക്കവർ. മുഅ്മിനീങ്ങളായ ആളുകൾ, സത്യവിശ്വാസികളായ ആളുകൾ മലക്കുകളെക്കാൾ ശ്രേഷ്ഠതയിലേക്ക് എത്താൻ അവർക്ക് സാധിക്കും അവരുടെ ഇബാദത്തുകൾ കൊണ്ട്. സുമ്മ യുബാഹി ബിഹിമുൽ മലായിക, ഈ അറഫയിൽ നിൽക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ട് അല്ലാഹു അഭിമാനം പറയും. ഫയഖൂലു മാ അറാദ ഹൗലായി, മലക്കുകളെ, എൻ്റെ ഈ അടിമകൾ, ലക്ഷക്കണക്കായ ഈ അടിമകൾ അവർ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? വിദൂരമായ ദിക്കുകളിൽ നിന്നും ലക്ഷക്കണക്കിന്, പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ട്, അവർ കാൽനടയായിക്കൊണ്ടും വിമാനത്തിലും അതേപോലെ തന്നെ കപ്പൽ മാർഗത്തിലും കഷ്ടപ്പാടുകൾ ഏറെ സഹിച്ച്, ബുദ്ധിമുട്ടുകളും, ശക്തമായ ചൂടാണ്. ഇപ്പോൾ നമുക്കറിയാം, ശക്തമായ ചൂടാണ്. ഹറമിലെ നമസ്കാരത്തിൻ്റെ, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള സമയം വളരെ കുറച്ചു എന്നാണ് കേൾക്കുന്നത്. നമസ്കാരത്തിൻ്റെ ദൈർഘ്യം കുറക്കുന്നു. ചൂട് കണ്ട് വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. ഇത്ര വലിയ ചൂടത്തും AC റൂമിൽ മാത്രം ഇരിക്കുന്ന, ശീതീകരിച്ച റൂമുകളിൽ മാത്രം ഇരുന്ന ആളുകൾ എന്തുകൊണ്ട് അവിടെ എത്തുന്നു? മലക്കുകളെ ഇവരെന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇവരെന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ അറഫ മൈതാനിയിൽ? ഒന്നുമില്ലല്ലോ സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു അവരോട് പറയാണ്, മലക്കുകളോട്, ഇഷ്ഹദു മലായികതി, എൻ്റെ മലക്കുകളെ നിങ്ങൾ സാക്ഷ്യം വഹിക്കണം, അന്നി ഖദ് ഗഫർതു ലഹും, ഞാൻ അവർക്കെല്ലാവർക്കും പുറത്തു കൊടുക്കുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാത്ത ആളുകളെ നരകത്തു നിന്നും സ്വർഗത്തിലേക്ക് കയറ്റുന്ന, ആനയിക്കുന്ന ദിവസമാണ്. അതേപോലെ തന്നെ കണക്കില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്ന ദിവസമാണ് അറഫയുടെ ദിവസം എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ സഹോദരന്മാരെ, ഈ പറയപ്പെട്ട ഈ നരകമോചനം, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഹജ്ജാജികളായ ആളുകൾ അവിടെ ഹജ്ജ് ചെയ്യുന്നു. ഹജ്ജാജികളല്ലാത്ത ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നെന്താ സഹോദരന്മാരെ, അതിലേറ്റവും പ്രധാനപ്പെട്ട് നമുക്കെന്താ ചെയ്യാനുള്ളത്? ഹജ്ജാജികൾക്ക് ചെയ്യാത്തതും ഹജ്ജാജികൾ ചെയ്യാൻ പാടില്ലാത്തത്, ഹറാമായതും, അറഫയിൽ നിൽക്കുന്ന ഹജ്ജാജിമാർ ചെയ്യാൻ പാടില്ലാത്തതും ഹറാമായതും നമുക്കുള്ളതുമായ ഒരു കാര്യമുണ്ട് അറഫ ദിവസത്തിൽ. അത് അറഫയുടെ നോമ്പാണ്. ഇതൊക്കെ എന്തിനാ നമ്മൾ പറയുന്നത്? എല്ലാ കൊല്ലവും ഖതീബുമാർ ആവർത്തിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നമ്മൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. ഇത്രയധികം ശ്രേഷ്ഠത ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ഉണ്ട് എന്ന് പഠിക്കുന്നു. ദുൽഹിജ്ജയുടെ ശ്രേഷ്ഠത, റമദാനിൻ്റെയും ലൈലത്തുൽ ഖദറിൻ്റെയും അവസാനത്തെ 10-ൻ്റെയും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ പറയപ്പെട്ട കോടാനുകോടി മനുഷ്യന്മാർ, ലോകത്തുള്ള കോടാനുകോടി മനുഷ്യന്മാർ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് നേടുമ്പോൾ, അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കുമ്പോൾ നമ്മളിത് കേട്ടു പോയാൽ പോരാ. നമുക്കും നമ്മുടെ കുടുംബത്തിനും, നമ്മുടെ ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ, സഹോദരന്മാരെ ഇതിൻ്റെ പങ്ക് എടുക്കാൻ സാധിക്കണം. ഇല്ലെങ്കിൽ മഹാ അപകടകാരികളാണ് നമ്മൾ, മഹാപ്രശ്നക്കാരാണ്, മഹാനഷ്ടകാരികളാണ്. പച്ച മലയാളത്തിൽ ഖുത്ബ കേൾക്കാൻ, ഉപദേശങ്ങൾ കേൾക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് തന്നു. ഓരോ ആഴ്ചയിലും, ഓരോ ആഴ്ചയുടെ, ഓരോ ദിവസത്തിൻ്റെ, മാസത്തിൻ്റെ അതത് സമയത്തുള്ള കാലികമായ കാര്യങ്ങൾ റസൂലുള്ളാഹി പഠിപ്പിച്ച പോലെ ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ പഠിക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്നു. എന്നിട്ട് കേട്ടുപോകുന്നു. ജീവിതത്തിലൊരു മാറ്റവുമില്ല. കേട്ടിട്ടും മാറ്റമില്ലാത്തവർ അറബിയിൽ എന്തൊക്കെയോ പറയുന്നു കേട്ട് ഓൽക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകാൻ ഓൽക്ക് അതിന് കാരണം ഓൽക്ക് മനസ്സിലാവണില്ല. അവരെ പോലെയല്ല നമ്മൾ. കൃത്യമായി ആയത്തും ഹദീസും മനസ്സിലാക്കി പച്ച മലയാളത്തിൽ കേട്ടുപോയിട്ട് തൻ്റെ ഭാര്യക്കോ തൻ്റെ മക്കൾക്കോ തൻ്റെ കുടുംബത്തിനോ ജീവിതത്തിലൊരു മാറ്റവുമില്ലെങ്കിൽ, ഒരു ഇബാദത്ത് ഏറെ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഈ ദിവസത്തിൻ്റെ, ഈ സമയത്തിൻ്റെ ഫളിൽ മനസ്സിലാക്കി എന്തെങ്കിലും ഒന്നൊക്കെ കൂടുതൽ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ മഹാ അപകടകാരികളാണ് നമ്മൾ, ദുനിയാവിൻ്റെ ആളുകളാണ് നമ്മൾ. ഇത്ര വലിയ ഓഫറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുകയാണ്. ആ ഓഫർ നേടിയെടുക്കാൻ, ഒന്ന് കൈ നീട്ടിയെടുക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. ദുനിയാവിൻ്റെ ഓഫറുകളാണെങ്കിലോ എത്ര നമ്മൾ കഷ്ടപ്പെടും സഹോദരന്മാരെ, അല്ലേ?
ഇപ്പോൾ അഡ്മിഷൻ്റെ സമയമാണ്, സ്കൂളുകളിലേക്ക് കുട്ടികളെ ചേർത്തുന്ന സമയമാണ്. എല്ലാവരും SSLC കഴിഞ്ഞ, +2 കഴിഞ്ഞ, ഡിഗ്രി കഴിഞ്ഞ എല്ലാ കുട്ടികളും, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ വലിയ ആശങ്കയിലാണ്. ഏത് കോഴ്സിന് ചേർക്കണം, എവിടെയൊക്കെ കൊണ്ടാക്കണം, എന്തിലാണ് സ്കോപ്പ് ഉള്ളത്, വലിയ പഠനത്തിലാണ്. കരിയർ ഗൈഡൻസ് സെൻ്ററുകളിൽ പോയി 10,000-കണക്കിന് രൂപ കൊടുക്കുകയാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ചെയ്യുകയാണ്. എൻ്റെ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, കുട്ടിക്ക് എന്താണ്, ഓൻ്റെ കഴിവുകൾ എന്താണ്, രക്ഷിതാക്കൾക്ക് മനസ്സിലായിട്ടില്ല. അതിന് ചില ക്വസ്റ്റ്യനറുകളൊക്കെ കൊടുത്തുകൊണ്ട് കുട്ടിയുടെ കഴിവ്, അവൻ്റെ അഭിരുചി ഏതിലാണെന്ന് പഠിക്കാൻ വേണ്ടി അതിന് തന്നെ 5,000-ഉം 10,000-ഉം കൊടുക്കണം. എന്നാലും വേണ്ടില്ല, എൻ്റെ കുട്ടിയുടെ ഭാവി ഭാസുരമാക്കണം. നല്ലത് തന്നെ സഹോദരന്മാർ. ഞാനിത് പറയുന്നത് എന്താണെന്നറിയോ? മദ്രസയുടെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ കുട്ടിക്ക് മദ്രസ പഠനം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സ്കൂൾ വിദ്യാഭ്യാസമാണോ? ഇത്രയൊക്കെ കേട്ടിട്ടും സഹോദരന്മാരെ നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ, 2ാം ക്ലാസ് മുതൽ തുടങ്ങുന്നതാണ്, 2ാമത്തെ വയസ്സ് മുതൽ തുടങ്ങുന്നതാണ് ഭൗതിക പഠനം. 2ാം വയസ്സ് മുതൽ തുടങ്ങണ ABCD പഠിക്കൽ. 18ഉം 20ഉം 25 കൊല്ലം ഭൗതികം പഠിക്കുകയാണ്. കുട്ടിക്ക് മദ്രസ കിട്ടുന്നില്ല, കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ പേരിന് കിട്ടുകയാണ്, സ്കൂളിൽ നിന്ന് മദ്രസ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ദീനിയായി ഒരു നിഷ്ഠയുമില്ല, മാതാപിതാക്കൾ അവന് വേണ്ട, ഒരു കാലിയുടെ വില പോലും കൊടുക്കുന്നില്ല സ്വന്തം മാതാപിതാക്കൾക്ക്. ദീനവന് പുച്ഛമാണ്. എന്നിട്ട് നമ്മൾ സങ്കടം പറയാണ്. എന്താ കൊടുത്തത് സഹോദര, എന്താ കൊടുത്തത് ദീനായിട്ട്? സീരിയസ് ആയിട്ട് വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് ഒരുപാട് നമ്മൾ പറഞ്ഞതാണ് നമ്മൾ മെമ്പറിൽ നിന്നോടെ. എന്നിട്ട് നമ്മൾ സ്കൂളിൽ ചേർത്തുകയാണ് നമ്മളെ മക്കളെ. മദ്രസ പ്രശ്നമില്ല. മദ്രസൻ്റെ സമയത്ത് പിന്നെ മദ്രസ നഷ്ടപ്പെടുന്ന സ്കൂളാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളിടത്താണ് മദ്രസിൻ്റെ അഡ്മിഷൻ നടക്കുകയാണ്. നമ്മളെ മഹലിൽ നോക്കുക, എത്ര കുട്ടികൾ ഇവിടെ പിന്നെ മദ്രസയിൽ ചേർന്നിട്ടുണ്ട്. സ്കൂളത്തെ മദ്രസൻ്റെ കാര്യമല്ല, അത് ഞാനൊരു അധ്യാപകൻ എന്നൾക്ക് നിങ്ങളെക്കാൾ കൂടുതൽ അറിയാം എത്രയാണ് സ്കൂളത്തെ മദ്രസയുടെ അവസ്ഥ എന്നുള്ളത്. സ്കൂളിൽ മദ്രസ ഉണ്ട്, മോറൽ ക്ലാസ് ഉണ്ട്, അതിൻ്റെ അവസ്ഥ നല്ലോണം അറിയണ ആളാണ് ഞാൻ. മദ്രസ കുട്ടി ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്കാരമാണത്. കുട്ടികൾ രാവിലെ മദ്രസയിൽ പോകട്ടെ. അതിനൊക്കില്ല സഹോദരന്മാരെ വീക്കെൻഡ് മദ്രസകൾ, യാതൊരു സംശയവുമില്ല. വീക്കെൻഡ് മദ്രസകൾ അതിന് പര്യാപ്തമല്ല. വീക്കെൻഡ് മദ്രസ, എല്ലാ ഞായറാഴ്ച മദ്രസ ഉണ്ടല്ലോ, എല്ലാ ശനിയാഴ്ച മദ്രസ ഉണ്ടല്ലോ, അതൊന്നും ആരും പറയണ്ട. തീരെ പറ്റാത്ത ആളുകൾ അതിന് പോകേണ്ടി വരും. അടുത്തത് ഓൺലൈൻ മദ്രസകൾ. എൻ്റെ കുട്ടി ഓൺലൈൻ മദ്രസയിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട്. അതൊന്നും മദ്രസക്ക് പിന്നെ ബദലാവുന്ന പ്രശ്നമില്ല സഹോദരന്മാരെ. ആരും അതുണ്ട് വിചാരിച്ചിട്ട് കഴിച്ചില്ലാവെന്ന് വിചാരിക്കണ്ട. പറ്റാത്ത ആളുകൾ ഉണ്ടാകാം, ഒരിക്കലും വിടാൻ പിന്നെ റെഗുലറായിട്ട് വിടാൻ പറ്റാത്ത ആളുകൾ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് 10 വരെ ഓൺലൈൻ പഠിക്കുമ്പോൾ സ്കൂൾക്കൊന്നും പോകാതെ പഠിപ്പിക്കോ? ഇല്ലല്ലോ. അതില്ല. അതെന്താ? അത് പ്രശ്നമല്ല, മൗലവിക്ക് അറിയില്ല, അത് വലിയ വിഷയമാണ്. കുട്ടീനെ ശനി ഞായറും മാർച്ച് മദ്രസ സ്കൂളിലേക്ക് വിടുമോ? അല്ലെങ്കിൽ ട്യൂഷൻ സെൻ്ററിലേക്ക് വിടുമോ? ബാക്കിയുള്ള ദിവസമൊക്കെ മതം പഠിപ്പിക്കാൻ വിടുമോ? ഇല്ല. ശനി ഞായറും ട്യൂഷൻ തന്നെ ഉണ്ട്. ബാക്കിയുള്ള ദിവസം അതിൻ്റെ വേറെ സ്കൂളിലേക്ക് വിടണം. അപ്പോൾ ദീനിൻ്റെ വിഷയങ്ങൾ അത്രയേ ഉള്ളൂ. ചില ആളുകൾക്ക്, എല്ലാവരും വിഷയമല്ല, അങ്ങനെയുള്ള ആളുകൾക്കാരും തന്നെ ഞാൻ പറയണത് കുടുങ്ങിപ്പോകും സഹോദരന്മാരെ. ഇന്നമ അംവാലിക്കും ഔലാദുക്കും ഫിത്ന, വല്ല പരീക്ഷണമാണ്. കുടുങ്ങിപ്പോകും, ദുനിയാവിലും കൊടുക്കും, ആഖിറത്തിലും കൊടുക്കും. ഇത്രയൊക്കെ തെറ്റിപ്പോകുന്ന മക്കൾ, റൂട്ടിലില്ലാത്ത മക്കൾ, ദീനിയായ റൂട്ടിലില്ല, ലെവലിലില്ല. എന്നിട്ടൊക്കെ അറിഞ്ഞിട്ടും നമ്മളിത് ചെയ്യുമ്പോൾ മദ്രസ കിട്ടണം നമ്മളെ മക്കൾക്ക്, യാതൊരു സംശയമില്ല. നമ്മുടെ കുട്ടിക്ക് കൃത്യമായി മദ്രസ കിട്ടണം. അതിന് പറ്റുന്ന സ്കൂളിൽ ചേർത്താൽ മതിയെന്ന്. മദ്രസ സമയം കഴിഞ്ഞിട്ട് കിട്ടുന്ന സ്കൂളിൽ കുട്ടി പോകട്ടെ. എന്തേ ഒരു 2ാം നമ്പറായി നമ്മളെ മദ്രസക്ക്? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എൻ്റെ കൂടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ അങ്ങനെയുള്ള ഭൗതികമായുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും വേണം. പക്ഷെ പരലോകം പറഞ്ഞായിരിക്കരുത്. വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ ലഹിയൽ ഹൈവാൻ. അതാണ് ജീവിതം. അവൻ്റെ ശ്വാസം നിലച്ചാൽ അവനെ കൊണ്ടുകിടത്താനുള്ള ഖബർ, അന്നു മുതൽ ജീവിതം തുടങ്ങുകയാണ്. ഇതല്ല ജീവിതം, ഇത് വഞ്ചനയുടെ ചരക്കാണ്, ഡിസ്പോസിബിൾ ആണ്. ആരെ പറഞ്ഞു? വിശുദ്ധ ഖുർആൻ പറയാണ്, ഒരു പ്രാവശ്യം ഉപയോഗിച്ച് ഒഴിവാക്കും, പിന്നെ കൈക്ക് ഉപയോഗിക്കൂല. അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അത് വ്യക്തമാണ്. ഇതിന് പരിഹാരമല്ല വീക്കെൻഡ് മദ്രസകൾ, ശനി മദ്രസ പോകണ്ട, ഞായറാഴ്ച മദ്രസ പോകണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനല്ല നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഓൺലൈൻ സ്ഥാപനങ്ങൾ അതിനെല്ലാം പ്രൊമോട്ട് ചെയ്യേണ്ടത്. രാവിലെ പോട്ടെ നമ്മളെ കുട്ടി മദ്രസക്ക് സുബഹിസ്കരിച്ചിട്ട്, എന്നിട്ട് 8-8:30 മണി 9 മണി വരെ പഠിക്കട്ടെ, എന്നിട്ട് സ്കൂളിലേക്ക് പോകട്ടെ. അത് രക്ഷിതാക്കൾ നന്നായി ഫോളോ ചെയ്യും. സ്കൂളത്തെ കാര്യം ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, ഉമ്മമാരെ നന്നായി ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, പാരൻസ് മീറ്റിങ്ങിൽ എത്തുന്നുണ്ടല്ലോ. അതിൻ്റെ മദ്രസ വിഷയത്തിലില്ലാത്ത
ഉള്ളവരെ കാര്യമല്ല പറയണത്, നമ്മളെ കാര്യമല്ല പറയണത്, ഇല്ലാത്തവരെ കാര്യമാണ് സഹോദരന്മാരെ സൂചിപ്പിച്ച്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, നരകമോചനത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള ഹാജിമാർ ചെയ്യേണ്ടതില്ലാത്തതും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞതും നമ്മൾ ചെയ്യേണ്ടതുമായ കാര്യമാണ്. അറഫയുടെ ദിവസം അല്ലെങ്കിൽ ദുൽഹിജ്ജ 9 നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത അല്ലതി ഖബലഹു വസ്സന അല്ലതി ബഅദഹു. 2 കൊല്ലത്തെ, ഒരു വർഷം മുമ്പത്തെ പാപവും ഒരു വർഷം വരാനിരിക്കുന്ന പാപവും അല്ലാഹു സുബ്ഹാനഹു വ തആല, ചെറുപാപങ്ങളാണ് ഉദ്ദേശം, കോടാനുകോടി ലക്ഷക്കണക്കിന് കോടാനുകോടി ചെറുപാപങ്ങൾ പേറുന്ന ആൾക്കാരാണ് നമ്മൾ. ഈ ചെറുപാപങ്ങളെല്ലാം കൂടി മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കും. ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതെല്ലാം പുറത്തു കൊടുക്കുന്ന ഒറ്റ നോമ്പ് കൊണ്ട് പൊറുക്കൽ കിട്ടുന്ന, അതേപോലെ തന്നെ സ്വർഗത്തിലേക്ക് ഏറെ എത്തിക്കാൻ ആക്കം കൂട്ടുന്ന നോമ്പാണ് അറഫയുടെ നോമ്പ്. ഇത് ഹാജിമാർ നോക്കേണ്ടതില്ല, ഹാജിമാർ നോക്കാൻ പാടില്ല, റസൂലുള്ള നോറ്റിട്ടില്ല, റസൂലുള്ള പാടില്ലെന്ന് പഠിപ്പിച്ചു. എന്നാൽ ഹാജിമാരല്ലാത്ത എനിക്കും നിങ്ങൾക്കും ചെയ്യാനുള്ളത് അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിപ്പിക്കണം. അതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ദിക്റുകൾ വർദ്ധിപ്പിക്കണം. ഏറ്റവും പ്രതിഫലാർഹമായ കാര്യം വിശുദ്ധ ഖുർആന്റെ പാരായണവും അതേപോലെ തന്നെ ദിക്റുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു, വയദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅലൂമാത്ത് എന്ന് പറഞ്ഞു, വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത് എന്ന് പറഞ്ഞു. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയും അതിനുശേഷം അയ്യാമത്ത് ശരീക്കിന്റെ ദിവസങ്ങളിലും ദിക്റുകൾ വർദ്ധിപ്പിക്കണം. ഏത് ദിക്റാണ് സഹോദരന്മാരെ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹിൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളേക്കാൾ ഇഷ്ടപ്പെട്ട ഒരു ദിവസത്തെ അമലുമില്ല. ഫഅക്സിറൂ, അതുകൊണ്ട് നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഫീഹിന്ന മിനത് തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വർദ്ധിപ്പിക്കണം. അഫ്ളലു ദിക്റാണ്. ചൊല്ലൻ ഏത് സമയത്തും ചൊല്ലണം. ഉറങ്ങണ സമയത്ത് ചെല്ലാൻ പിന്നെ പറ്റൂല, ബാത്റൂമിൽ ഇരിക്കണ ചെയ്യുന്ന സമയത്ത് ചെല്ലാനും പാടില്ല. ബാക്കി ഏത് സമയത്തും, സ്ത്രീകളെ ജോലി ചെയ്യുന്ന സമയത്ത്, അടുക്കളയിലാവുന്ന സമയത്ത്, ഏത് സമയത്തും നമുക്ക് ചെല്ലാൻ പറ്റിയ സമയത്ത്, നമ്മളെ മനസ്സിനെ ഇരുത്താൻ പറ്റിയ ഏത് സമയമുണ്ടോ ചൊല്ല. യാത്രയിലായിരിക്കുമ്പോൾ, വാഹനത്തിലായിരിക്കുമ്പോൾ തഹ്ലീലുകൾ വർദ്ധിപ്പിക്കണം. വത്തക്ബീർ അല്ലാഹു അക്ബർ എന്നുള്ളത് വർദ്ധിപ്പിക്കണം. വത്തഹ്മീദ് അൽഹംദുലില്ലാഹ്. ഈ 3 ദിക്ർ പ്രത്യേകം എടുത്തു പറഞ്ഞു. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിക്റുകളാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ളത് വേറെ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. അതുകൊണ്ട് തക്ബീറും തഹ്ലീലും തഹ്മീദും വർദ്ധിപ്പിക്കണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഹറാമുകളിൽ നിന്നും വിട്ടുനിൽക്കുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം, ദിവസം, സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു കൂടുതൽ പ്രതിഫലം തരുമെന്ന് പറഞ്ഞാൽ അന്ന് പ്രത്യേകം ഹറാമുകളിൽ നിന്നും വിട്ടുനിൽക്കാൻ, ഹറാമിൽ നിന്ന് അന്ന് മാത്രമല്ല അന്ന് പ്രത്യേകം വിട്ടുനിൽക്കാൻ നമ്മൾ ശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും, വിസമ്മതിച്ചവൻ ഒഴികെ. ആരാ റസൂലെ വിസമ്മതിച്ചവൻ? റസൂലുള്ള പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന, ഞാൻ പറഞ്ഞത് അനുസരിച്ച് ജീവിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, അവനാണ് ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിഭാഗം. ഒമൻ അസാനി ഫഖദ് അബാ, എന്നെ ധിക്കരിച്ചവർ, ഹറാമ് ചെയ്തവർ, ബിദ്അത്ത് ചെയ്തവർ, ഹറാമുകൾ ചെയ്യുന്ന ആളുകൾ ധിക്കരിച്ചവരാണ്, അവർ സ്വർഗത്തിൽ കടക്കുന്ന പ്രശ്നമില്ല. അള്ളാഹിന്റെ റസൂലും പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത ആളുകൾക്ക് സ്വർഗമില്ല. ഒരു നിസ്സാരമായ തെറ്റ്, നമ്മളെ തെറ്റുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു നിസ്സാരമായ തെറ്റിനാണ് വാപ്പക്കും ഉമ്മക്കും സ്വർഗം നഷ്ടപ്പെട്ടത്. എല്ലാം കഴിക്കുക, എല്ലായിടത്തും പോകാം, എന്തും ചെയ്യുക, എന്തും ആസ്വദിക്കുക. ആ മരത്തിൻ്റെ പഴം തിന്നാൻ പാടില്ല, ആ മരത്തിൻ്റെ പഴം തിന്നാൻ പാടില്ല. തിന്നു ഇറങ്ങിക്കോളി എന്ന് പറഞ്ഞില്ലേ? അള്ളാഹ് പറഞ്ഞത് കേട്ടോൽക്ക് അവിടെ സ്ഥാനമുള്ളൂ. അള്ളാഹുവിനെ അനുസരിച്ച ആളുകൾക്ക് അവിടെ സ്ഥാനമുള്ളൂ. സ്വർഗം കണി കാണാൻ കിട്ടൂല. പിന്നെ എന്താണ് നമ്മളൊക്കെ കയറണത്? അള്ളാന്റെ റഹ്മത്താണ്. മുത്തുനബി പോലും സ്വർഗത്തിലേക്ക് കടക്കുന്ന അള്ളാന്റെ റഹ്മത്ത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ സഹാബത്ത് ചോദിച്ചില്ല, അള്ളാന്റെ റസൂൽ നിങ്ങളും അങ്ങനെയാണോ? ഇബാദത്തുകൾ കൊണ്ട് ജീവിതം മുഴുവൻ നിറച്ച ആളാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിക്ക് പോലും അള്ളാന്റെ റഹ്മത്ത് കൊണ്ടാണ്. അപ്പോൾ അള്ളാന്റെ റഹ്മത്തും അള്ളാന്റെ മഗ്ഫിറത്തും കൊണ്ട് നമ്മൾ സഹോദരന്മാരും മുഅ്മിനീങ്ങളായ ആളുകൾ സ്വർഗം കരസ്ഥമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒരു കാര്യം ധിക്കരിച്ചതിന് പറ്റൂല, എവിടക്കാൻ പറ്റൂല. അല്ലാഹ് പുറത്തു കൊടുത്തു, പക്ഷെ എവിടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇല്ലേ? അതുകൊണ്ട് എത്രയാണ് സഹോദരന്മാരെ നമ്മളൊക്കെ അള്ളാഹുവിന് സാമ്പത്തിക രംഗത്ത്, അതേപോലെ തന്നെ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ കണ്ണുകൊണ്ട് കാണുന്നു, ഹറാമായ സംഗതികൾ കൈകൊണ്ട് ചെയ്യുന്നു, വൃത്തികേടുകൾ സംസാരിക്കുന്നു, വൃത്തികേടുകൾ ആസ്വദിക്കുന്നു, കേൾക്കുന്നു. എത്രയാണ് സഹോദരന്മാരെ? അതുകൊണ്ട് വലിയ ഗൗരവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ലക്ഷക്കണക്കായ മുഅ്മിനീങ്ങൾ ഹജ്ജിന് പോവുകയും അതേപോലെ തന്നെ പലരൊക്കെ അവിടെ എത്തി ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്നും കുറേ ആളുകൾക്ക്, ഇത്രയധികം ആളുകൾക്ക് ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടാത്തൊരു വർഷം ഇതുപോലെ ഉള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കുറേ ആളുകൾക്ക് ഹജ്ജ് ചെയ്യാൻ കാശ് കൊടുത്ത് എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തി പ്രതീക്ഷകളൊക്കെ വച്ച് പക്ഷേ ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടാത്ത ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിൻ്റെ പ്രതിഫലം പഠിപ്പിച്ച ഒരുപാട് അമലുകളുണ്ട്. ഹജ്ജ് ചെയ്യാൻ സാമ്പത്തികമായും ശാരീരികമായും അതേപോലെ തന്നെ വഴിയൊരുങ്ങാത്ത ആളുകൾ, അവർക്ക് ഹജ്ജ് നിർബന്ധമില്ല, അവർക്ക് ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ട്, അവർക്ക് ഹജ്ജ് നിർബന്ധമാകുന്നില്ല. അല്ലാത്ത ആളുകൾക്ക് ഹജ്ജ് നിർബന്ധമാണ്. അല്ലാത്ത ആളുകൾക്കും അതേപോലെ തന്നെ പോകാൻ തൗഫീക്ക് കിട്ടാത്ത ആളുകൾക്കും പോകാൻ ആഗ്രഹിച്ച് കഴിയാത്ത ആളുകൾക്കുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് അമലുകൾ ഹജ്ജിൻ്റെ പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് ഹജ്ജ് വീടൂല, ഹജ്ജ് നിർബന്ധമാകുന്ന ആളുകൾക്ക് ഹജ്ജ് വീടൂല, പക്ഷെ ഹജ്ജിൻ്റെ പ്രതിഫലം എല്ലാവർക്കും കിട്ടും. അതിലൊന്ന് സഹോദരന്മാരെ, നിയ്യത്ത് വെക്കുക എന്നുള്ളതാണ്. ഹജ്ജും ഉംറയൊക്കെ ചെയ്യാൻ നമുക്ക് അടങ്ങാത്ത ആഗ്രഹമുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധസമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗസാത്തിൻ ഫഖാല ഇന്ന ബിൽ മദീനത്തി റിജാലൻ മാ സിർതും മസീറാ വലാ ഖതഅതും വാദിയ. മദീനയിൽ കുറച്ച് ആൾക്കാരുണ്ട്, അവരൊരു ചെറിയ ദൂരം പോലും താണ്ടിയിട്ടില്ല, ഒരു താഴ്വര പോലും മുറിച്ച് കടന്നിട്ടില്ല. അഥവാ നമ്മുടെ കൂടെ യുദ്ധത്തിന് വന്നിട്ടില്ല, യാത്ര പുറപ്പെട്ടിട്ടില്ല, പക്ഷേ അവർ നമ്മുടെ കൂടെയാണ് പ്രതിഫലത്തിൽ. അവർ പ്രതിഫലത്തിൽ നമ്മുടെ കൂടെയാണ്, അവർ വരാൻ ആഗ്രഹിച്ചവരാണ്. ഹബസഹുമുൽ മറലു, രോഗം കാരണം അവർക്ക് വരാൻ പറ്റില്ല. അവർക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് റസൂലുള്ളാഹിന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ, റസൂലുള്ളാഹിന്റെ കൂടെ യാത്ര ചെയ്ത് വരാൻ വേണ്ടി വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്ക് ചില തടസ്സങ്ങളുണ്ടായി. സഹോദരന്മാരെ, ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി അടങ്ങാത്ത ആഗ്രഹമുണ്ടാകണം. ഓരോ വർഷവും അതിനുവേണ്ടിയുള്ള പണിയെടുക്കണം, സമ്പത്ത് കൂട്ടി വെക്കണം. ഒരു മനുഷ്യന് നിയ്യത്തുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പരിപൂർണമായ പ്രതിഫലം നൽകുമെന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാകണം. എനിക്കൊന്നും കഴിയില്ല എന്നല്ല, എത്രയോ പാവപ്പെട്ട ആളുകൾ ഹജ്ജിന് പോകുന്നു, ഉംറക്ക് പോകുന്നു. അപ്പോൾ നമ്മളതിന് നിയ്യത്തുണ്ടാകണം, ആഗ്രഹമുണ്ടാകണം. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെയുള്ള ആളുകൾക്ക് അതിൻ്റെ പ്രതിഫലമുണ്ട് എന്നർത്ഥം. രണ്ടാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറജ മിൻ ബൈതിഹി മുതഹിറൻ ഇല സ്വലാത്തിൽ മക്തൂബ ഫഅജ്റുഹു കഅജ്രിൽ ഹാജി വൽ മുഹ്തമിർ. ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് ഒളുവെടുത്ത് നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ പള്ളിയിലേക്ക് പോവുകയാണ്. വീട്ടിൽ നിന്ന് ഒളുവെടുത്ത് നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള ആൾക്ക് പരിപൂർണമായ ഹജ്ജ് ചെയ്തവൻ്റെ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഒന്നെടുത്ത് പള്ളിക്ക് വരുന്ന ആളുകൾക്ക് അതുണ്ട്. സുബഹി നമസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ പള്ളിയിൽ തന്നെ ദിക്റുമായി ഇരുന്ന് സൂര്യൻ ഉദിച്ച് ഒരു 10, 15, 20 മിനിറ്റ് കഴിഞ്ഞ് 2 റക്അത്ത് നമസ്കരിച്ച് പോകുന്ന ആളുകൾക്ക് ഹജ്ജിൻ്റെ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അപ്പോൾ ഹജ്ജിൻ്റെ പ്രതിഫലം ഹജ്ജ് ചെയ്യാതെ തന്നെ കിട്ടുന്നു. ധാരാളക്കണക്കിന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ പാവപ്പെട്ട സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹിൻ്റെ പ്രവാചകരെ, സമ്പത്തുള്ള ആളുകൾ അവർ സമ്പത്ത് ചെലവഴിക്കുന്നു, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ഹജ്ജിന് പോകുന്നു, ഉംറക്ക് പോകുന്നു, പക്ഷെ ഞങ്ങൾക്ക് സമ്പത്തില്ലല്ലോ, ഞങ്ങൾ എന്ത് ചെയ്യും? ആ പ്രതിഫലം കരസ്ഥമാക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാവങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് അതിനേക്കാൾ വലിയ പ്രതിഫലം, അതിനേക്കാൾ വലിയ പ്രതിഫലം കരസ്ഥമാക്കാൻ നിങ്ങൾ നമസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നുള്ളത് നിങ്ങൾ 33 പ്രാവശ്യം ചെയ്യാൻ തയ്യാറാണോ? നിങ്ങൾക്ക് അതിനേക്കാൾ വലിയ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കും. അതൊക്കെ നമുക്ക് കഴിയുന്നതാണ്. നിസ്കാരം കഴിഞ്ഞ് ഓടിപ്പോവില്ല. അതുകൊണ്ട്
ഈ പ്രതിഫലങ്ങളെല്ലാം കരസ്ഥമാക്കാൻ പ്രത്യേകിച്ച് ഇതുപോലുള്ള ഏറ്റവും നല്ല സമയങ്ങളിലും സന്ദർഭങ്ങളിലും നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗ്ഗം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളെയും അവരെയും നമ്മൾ അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.